ഫ്ലട്ടറിൽ നമ്മൾ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പേജിനെ റൗട്ട് എന്നാണ് പറയുക. അതായത് ഒരു റൗട്ടിൽ നിന്ന് മറ്റൊരു റൗട്ടിലേക്ക് പോവുക. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പരിചയമുള്ളവർക്ക് അറിയാൻ സാധിക്കും, അതിൽ ആക്ടിവിറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏകദേശം ആക്ടിവിറ്റി പോലെ തന്നെയാണ് നമ്മളെ റൗട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ iOS ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് വ്യൂ കൺട്രോളിനെ പറ്റി അറിയായിരിക്കും. വ്യൂ കൺട്രോളിനെ പോലെ തന്നെയാണ് റൗട്ട് എന്ന് പറയുന്നത്. റൗട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്രീൻ അല്ലെങ്കിൽ പേജിനെയാണ് നമ്മൾ ഫ്ലട്ടറിൽ റൗട്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു റൗട്ടിൽ നിന്ന് മറ്റൊരു റൗട്ടിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും, നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, അതായത് ഒരു നാവിഗേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ലിബിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡയറക്ടറി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഡയറക്ടറിയുടെ പേര് നൽകുക. ഞാനിവിടെ നാവിഗേഷൻ എന്നാണ് നൽകുന്നത്. നാവിഗേഷൻ. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ home.dart എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫയൽ ന്യൂ ഡാർട്ട് ഫയൽ ഹോം. ഓക്കെ, ഇനി നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ഫങ്ഷൻ നൽകാം. ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഫസ്റ്റ്, അതായത് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന റൗട്ട്, അതായത് ഞാനൊരു ഹോം റൗട്ട് എന്ന് പറയുന്ന ഒരു റൗട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഹോം റൗട്ട് എക്സ്റ്റെൻസ് സ്റ്റേറ്റ് ലെസ് വിഡ്ജറ്റ് ബിൽഡ് നൽകാം. ഇൻഹെറിറ്റൻസിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ കീ കൂടെ ചെയ്യുന്നു. സോ കോൺസ്റ്റ് ഹോം റൗട്ട് കീ നൾ സേഫ്റ്റിക്കാണ്. കീ വാല്യൂ കീ സൂപ്പർ കീ. ഓക്കെ, സോറി, ഇവിടെ ഞാൻ മിസ്പെൽഡ് ആയത് കോൺസ്റ്റ് എന്നാണ്. ഓക്കെ, ഇനി ഞാനിതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഞാനൊരു സ്കാഫോൾഡ് റിട്ടേൺ ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് സ്ക്രീനിൽ നമുക്ക് വേണ്ടത് ഒരു നെറ്റ്വർക്കിൽ നിന്ന്, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ഇമേജ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു എലവേറ്റഡ് ബട്ടണും കൂടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്ക്രീനിൽ, അതായത് നമ്മുടെ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ഹോം റൗട്ടിൽ നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റൈറ്റ് ചെയ്യാം ഇവിടെ. അതിനായിട്ട് റിട്ടേൺ നൽകാം. റിട്ടേൺ സ്കാഫോൾഡ്. ഓക്കെ, സ്കാഫോൾഡിനുള്ളിൽ ഞാൻ എന്ത് നൽകുന്നു, അതായത് ആപ്പ് ബാർ ഓപ്പൺ ചെയ്യുന്നു. ടൈറ്റിൽ കോൺസ്റ്റ് then text home എന്ന് നൽകാം. അതിനുശേഷം ഞാനിവിടെ എൻ്റെ സ്കാഫോൾഡ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇനി ബോഡി നൽകാം. ബോഡി സെൻറ്റർ വിഡ്ജറ്റ് ഞാൻ യൂസ് ചെയ്യണം. സെൻറ്റർ വിഡ്ജറ്റ്. അതിൻ്റെ ചൈൽഡായിട്ട് ഞാനൊരു കോളം കൊണ്ടുവരികയാണ്. കോളം ചിൽഡ്രൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താണ് വേണ്ടത്, ഇൻ്റർനെറ്റിൽ നിന്ന് എനിക്കൊരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അതിനായിട്ട് ഞാൻ എന്തായിരിക്കും യൂസ് ചെയ്യുക, ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഞാനത് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് ഞാൻ നൽകുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റായിട്ട് ഞാൻ നൽകേണ്ട SRC, അതായത് എൻ്റെ URL ആണ്. ഏതാണോ എൻ്റെ നെറ്റ്വർക്കിലെ ഇമേജ് URL ഏതാണോ അതാണ് ഞാനിവിടെ നൽകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് URL ഇവിടെ നൽകാൻ സാധിക്കും. ഞാൻ പിക്സബയിൽ നിന്നാണ് ഒരു ഇമേജ് ആക്സസ് ചെയ്യുന്നത്. അതിനായിട്ട് എൻ്റെ ബ്രൗസർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതിൽ ഞാൻ പിക്സബേ എന്ന് നൽകുന്നു. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ നമുക്ക് ധാരാളം ഇമേജസുകൾ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ യൂസിന് അത് ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്ത ഇമേജസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. യൂസർ നിക്കിൻ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ കോപ്പി ഇമേജ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആ ഇമേജ് URL ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇമേജ് ആണോ ഇല്ലയോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ .png-യിലായിരിക്കും എൻഡ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു ബട്ടണാണ് അല്ലേ, എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടണാണ് കൊണ്ടുവരേണ്ടത്. ഞാൻ ആ വിഡ്ജറ്റ് നൽകുകയാണ്, എലിവേറ്റഡ് ബട്ടൺ. ഓക്കെ, ബട്ടൻ്റെ ഓൺ പ്രസ്ഡ് പറഞ്ഞു നൽകണം. ഞാനത് തൽക്കാലം ജസ്റ്റ് ഓപ്പൺ ചെയ്തിരുന്നു. ഇവിടെ ഒരു എറർ വരുന്നത് ഞാനിവിടെ കോമ മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കോമ നൽകുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ എലിവേറ്റഡ് ബട്ടൻ്റെ മുകളിൽ ഒരു ടെക്സ്റ്റ് കൂടെ വേണം അല്ലേ. അതായത് നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ അടുത്ത റൗട്ടിലേക്ക് പോകാനുള്ള ബട്ടണാണിത്. ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അടുത്ത ഒരു സ്ക്രീൻ അല്ലെങ്കിൽ റൗട്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ഇവിടെ നൽകേണ്ടത്? ഞാനിവിടെ നൽകുകയാണ് കോൺസ്റ്റ് ടെക്സ്റ്റായിട്ട് എന്ത് നൽകുന്നു? ഷോ എന്ന് പറഞ്ഞ് നൽകുകയാണ്, ഷോ. ഓക്കെ, ഇത്ര നൽകി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി എൻ്റെ വോയിഡ് മെയിനിലേക്ക് എന്ത് ചെയ്യണം? എൻ്റെ ഹോം റൗട്ടിനെ റൺ ചെയ്യണം, അതായത് റൺ ആപ്പിലേക്ക് കോൾ ചെയ്യണം. ഓക്കെ, അപ്പം അതിനായിട്ട് റൺ ആപ്പ് ലാംഡയിലേക്ക് വിളിക്കുന്നു. കോൺസ്റ്റ് ഏതാണ്? മെറ്റീരിയൽ ആപ്പാണ് ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത്, മെറ്റീരിയൽ ആപ്പ്. ബിക്കോസ് നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ അതായത് എൻ്റെ സ്കാഫോൾഡിൽ മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്തിട്ടില്ല. കാരണം മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്താൽ മാത്രമേ എനിക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള നാവിഗേഷൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ മെറ്റീരിയൽ ആപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽ ആപ്പിനുള്ളിൽ എന്തൊക്കെ എനിക്ക് നൽകാൻ സാധിക്കും? ഹോമിൽ ഏതായിരിക്കും, ഏത് ഹോം റൗട്ടിനെ എനിക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്കൊരു ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. മെറ്റീരിയൽ ആപ്പ്, ദെൻ ഹോമായിട്ട് ഞാൻ നൽകുന്ന ഏതായിരിക്കും? ഹോം റൗട്ട്. അതുപോലെ തന്നെ ടൈറ്റിൽ നൽകാം, ഞാൻ ഹോം പേജ് എന്ന് നൽകുകയാണ്. ഇവിടെ എൻ്റെ റൺ ആപ്പ് ഞാൻ എൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഹോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രസ് താഴെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ iPhone 8 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ സിമുലേറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിൻഡോസ് കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഇത് റൺ ചെയ്ത് ആൻഡ്രോയിഡ് എമുലേറ്ററിൽ നിങ്ങൾക്കിത് റൺ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ എലിവേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കൂടാതെ നമ്മുടെ ഇമേജ് ഇൻ്റർനെറ്റിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു നൽകാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ വരിക, അതിനുശേഷം കോമ നൽകുക, എന്നിട്ട് വിഡ്ത്ത് എന്ന് നൽകുക. വിഡ്ത്ത് ഞാനിവിടെ 150 നൽകുകയാണ്. അതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് നൽകാൻ സാധിക്കും, ഹൈറ്റ് 150. ഓക്കെ, എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇമേജ് വളരെ ചെറുതായിട്ടുണ്ട്. നമ്മളിവിടെ പ്രോപ്പറായിട്ട് ഇതൊന്നും അലൈനൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിഗേഷനാണ്. അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്നെങ്കിൽ ഈ ഒരു ഫയലിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു മറ്റൊരു ഫയലായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നാവിഗേഷനുള്ളിൽ പുതിയൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റ് ഫയൽ. ഇതിൻ്റെ പേര് ഡീറ്റെയിൽസ് എന്ന് നൽകാം, ഡീറ്റെയിൽസ്. ഇതിൽ നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം, മെറ്റീരിയൽ ഡോട്ട് മെയിൻ നൽകാം. എൻ്റെ ഒരു ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡീറ്റെയിൽസ് ഡോട്ട് ഡാറ്റ് എന്ന് പറയുന്ന ഫയലിൽ ഞാൻ ഡീറ്റെയിൽസ് റൗട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിരിക്കും. ഓക്കെ, അതിനായിട്ട് ഡീറ്റെയിൽസ് റൗട്ട് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, ദെൻ ബിൽഡ് നൽകുന്നു. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ സ്കാഫോൾഡ് റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ സ്കാഫോൾഡ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആപ്പ് ബാർ നൽകുന്നു, ആപ്പ് ബാർ, ദെൻ ടൈറ്റിൽ കോൺടെക്സ്റ്റ്, ഡീറ്റെയിൽസ്. ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, ബോഡി നൽകുന്നു, സെൻറ്റർ ചൈൽഡ് കോളം, ഇതിലും ഞാനൊരു ഇമേജ് നൽകുകയാണ്, ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് സാസി
ഇവിടെ ഞാൻ പിക്സബയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്, അതിവിടെ നൽകുകയാണ്. ഓക്കെ, ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം നൽകാനായിട്ട്. ഇനി എലവേറ്റഡ് ബട്ടൺ നൽകാം, എലവേറ്റഡ് ബട്ടൺ. ഈ ബട്ടണ് മുകളിൽ എന്തായിരിക്കും എഴുതി വരിക? ബാക്ക് എന്നായിരിക്കും അല്ലേ. നമുക്ക് ബാക്ക് പ്രീവിയസ് സ്ക്രീനിലേക്കാണ് വരേണ്ടത് അല്ലേ, അതിനുവേണ്ടി ബാക്ക് എന്ന് നൽകുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതായത് എൻ്റെ മെയിനിൽ വരിക, മെയിനിൽ വന്നിട്ട് റൺ ആപ്പ് കോൾ ചെയ്യുന്നു. റൺ ആപ്പ് കോൺസ്റ്റ് മെറ്റീരിയൽ ആപ്പ് then home ആയിട്ട് ഡീറ്റെയിൽസ് റൗട്ട് പറഞ്ഞു നൽകുന്നു. then title സെമിക്കോളൻ. ഓക്കെ, അപ്പോഴേക്കും നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴേക്കും കീ കൺസ്ട്രക്ടേഴ്സ് കൊടുത്തായിരുന്നു, ഇവിടെ നമ്മൾ കീ കൺസ്ട്രക്ടേഴ്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്ത് വരും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഡോട്ട് ഡാർട്ടിൽ വരിക. ഇവിടെ നമുക്ക് ഹോം റൗട്ടിൽ നിന്നും നമുക്ക് ഏതാണ് ഡീറ്റെയിൽസ് റൗട്ടിലേക്ക് നമ്മുടെ പേജ് മൂവ് ചെയ്യണം, അതായത് ട്രാൻസിഷൻ സംഭവിക്കണം. അതിനായിട്ട് നമ്മൾ എലവേറ്റഡ് ബട്ടൻ്റെ ഓൺ പ്രസ്ഡ് ഇവൻറ്റിൽ വരിക, ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരിക. ഓക്കെ, ഇതിൽ വന്നിട്ടാണ് നമ്മളിനി പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യണം? നാവിഗേറ്റർ യൂസ് ചെയ്യാണ്. നാവിഗേറ്റർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ഈ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാവിഗേറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ട് നാവിഗേറ്റർ ഡോട്ട് പുഷ് എന്ന് നൽകുന്നു. പുഷ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഇവിടെ ഈ പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അടുത്ത സ്ക്രീനിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, ആ പുഷിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന റൗട്ട്, ഈ റൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു റൗട്ടായിട്ടുള്ള മെറ്റീരിയൽ പേജ് റൗട്ട് യൂസ് ചെയ്യാനും സാധിക്കും. കാരണം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും കറക്റ്റായിട്ട് നമ്മുടെ നാവിഗേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ആനിമേഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെറ്റീരിയൽ പേജ് റൗട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെറ്റീരിയൽ പേജ് റൗട്ട്, അതിൽ ബിൽഡറിൽ കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. കോണ്ടെക്സ്റ്റ് ദെൻ അതിനുശേഷം ആരോ ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിലെന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? എൻ്റെ ഏത് റൗട്ടിലേക്കാണ് പോകേണ്ടത്, അതായത് ഏത് സ്ക്രീനിലേക്കാണ് പോകേണ്ടത്, ആ റൗട്ടിൻ്റെ നെയിമാണ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ നമ്മുടെ ഒരു കേസിൽ ഏതായിരിക്കും? അതായത് ഡീറ്റെയിൽസ് റൗട്ടായിരിക്കും. കോൺസ്റ്റ് നൽകുന്നു. കോൺസ്റ്റ് ഡീറ്റെയിൽസ് റൗട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഡീറ്റെയിൽസ് റൗട്ട്. ഇവിടെ ഞാൻ നേരത്തെ വേറൊരു പ്രോജക്റ്റിൽ നാവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് അവിടെ നല്ല ഇത് ആക്സസ് ചെയ്യേണ്ടത്, ഞാനിത് റിമൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരില്ല, പക്ഷേ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ഒരു ഫയൽ ഇതേ നെയിമിലാണ് നാവ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ വരികയാണെങ്കിൽ വീണ്ടും ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണും. അതിൽ മോർ ആക്ഷൻസ് എന്ന് എടുക്കുക. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതാണ്? പാക്കേജ് നാവിഗേഷൻ /details.dart ആണ് നമുക്ക് വേണ്ടത്. അത് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. ഹോം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം റൺ ചെയ്യുന്നു. നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഷോ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ബാക്കിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. എന്നാൽ ഈ ഒരു ബാക്ക് ആരോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അതായത് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വരണമെന്നുള്ള കോഡ് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. ഇനി നമുക്ക് അത് എഴുതി നൽകാം. നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് എന്തുകൊണ്ട് നാവിഗേറ്റർ ഡോട്ട് പുഷ് തന്നെ അതായത് ആ ഡീറ്റെയിൽസ് പേജിലും ഉപയോഗിച്ചുകൂടാ എന്ന്. നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിതവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഡീറ്റെയിൽസിൽ വന്നിട്ട് ഡീറ്റെയിൽസിൽ നമ്മൾ അതായത് ഈ ബട്ടൺ, ഈ ബാക്ക് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ വരുന്നു, അതായത് ഓൺ പ്രസ്ഡ് ഇവൻറ്റിൽ വരുന്നു. എന്നിട്ട് ഞാനിതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ റൗട്ടിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഹോം റൗട്ട് എന്നാക്കുന്നു. ഓക്കെ, ഹോം റൗട്ട് എന്നാക്കുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മോർ നാവിഗേഷനിലുള്ള ഹോമിനെയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനത് വീണ്ടും റൺ ചെയ്യുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ വീണ്ടും റൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ബാക്കിൽ പ്രസ് ചെയ്യുന്നു. ഓക്കെ, വർക്കിംഗ് ആണ്. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെ ധാരാളം മെമ്മറി ഇത് യൂസ് ചെയ്യുന്നുണ്ട്.
അതായത് നാവിഗേറ്റർ എന്ന് പറയുന്ന സംഗതി മാനേജ് ചെയ്യുന്ന സ്റ്റാക്സ് ഓഫ് റൗട്ട്സുകളാണ്. അപ്പോൾ അതിലേക്ക് ഈ പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്യുമ്പോഴേക്കും വീണ്ടും അതിലേക്ക് ഒരു റൗട്ട് ആഡ് ചെയ്യുകയാണ്. റൗട്ട് എന്ന് പറയുന്ന ഡീഫോൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ പേജ് റൗട്ട് യൂസ് ചെയ്തിട്ട്. അപ്പോഴേക്കും ഇത് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക, നമ്മുടെ സ്റ്റാക്ക് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മെമ്മറി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നാവിഗേറ്റർ ഡോട്ട് പുഷിന് പകരം നമ്മൾ പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. പോപ്പ് ഓഫ് കോണ്ടെക്സ്റ്റ്. നമുക്ക് ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഷോ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് ഡീറ്റെയിൽ സ്ക്രീനിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പ്രസ് ചെയ്യുമ്പോഴേക്കും ബാക്കിലേക്ക്, അതായത് എൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കൂടാതെ ഈ ആപ്ലിക്കേഷനിലുള്ള ഫുൾ സോഴ്സ് കോഡും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സോഴ്സ് കോഡ് ആക്സസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.